ആദ്യമേ തന്നെ ഞാൻ എൻ്റെ കൃപാസന അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദിവ്യ ഉണ്ണി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ. ഞാൻ 2023 ഡിസംബർ മാസം 1-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ മൊബൈൽ വഴി ഒരു വളരെ മാനസികമായി ഞാൻ തളർന്ന സമയത്ത് എൻ്റെ മൊബൈൽ ഞാൻ യൂട്യൂബിൽ ഞാൻ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ആദ്യം അച്ഛൻ്റെ ഫോട്ടോയാണ് വന്നത്, ജോസഫ് അച്ഛൻ്റെ ഫോട്ടോ. അത് ഞാൻ എടുത്തു. അപ്പോൾ എന്നെ രക്ഷിക്കാനുള്ള ഒരു കരം, അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താനുള്ളൊരു വഴിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ധ്യാനങ്ങൾ കൂടാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്നോ എങ്ങനെയാണെന്നോ ചെയ്യേണ്ടതെന്നോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടെ കൗൺസിൽ ക്ലാസ്സിൽ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞു. അവിടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു സിസ്റ്റർ. ഞാനത് കേട്ടു. അപ്പോൾ ഉപവാസവും കാര്യങ്ങളും എന്നെക്കൊണ്ട് എങ്ങനെ പറ്റുമെന്നായി ചിന്ത. പിന്നെ ഞാൻ എൻ്റെ അവസാനത്തെ വഴിയായിരുന്നു കൃപാസനം. എൻ്റെ ഏക ദൈവമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ അമ്മയിലാണ്. വളരെയധികം എന്നെ ഒരുപാട് സഹായിച്ചു. ഒരു സാക്ഷ്യമാണെങ്കിലും എനിക്കത് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ദൈർഘ്യം മൂലം ഞാൻ അത് ചുരുക്കുകയാണ്. ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു എൻ്റെ വീടിൻ്റെ ജപ്തി. വളരെയെന്ന് വെച്ചാൽ വളരെ 4 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ ജപ്തി മാറിയത് എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് കൃപാസനത്തിൽ പോയതും കൃപാസനത്തിൽ എന്തിനു പോയി എന്നായി ചോദ്യം. കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോഴും ആൾക്കാർ വളരെ വൾഗറായിട്ട് നെഗറ്റീവായിട്ടാണ് എന്നോട് പറയുന്നതും ഞാൻ കേട്ടതും. എന്നിട്ടും ഞാൻ തളർന്നില്ല, ഞാൻ പിടിച്ചു നിന്നു. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്. ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു വിശ്വാസം വേണം ആദ്യം. ഞാൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഉള്ളിൽ വിഷമിക്കുമ്പോഴും ഞാൻ നാണക്കേട് ഉണ്ടെങ്കിലും ഞാനത് ഒന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല. കാരണം എന്നെ വിളിച്ച ദൈവം ഇതാണെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് ആരെന്തു പറയുന്നു അല്ലെങ്കിൽ ആരെന്നെ എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ അതൊന്നും ഗൗരവമായിട്ട് ഞാൻ എടുത്തില്ല. ഉള്ളിലേക്ക് എടുത്ത് അത് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഉടമ്പടി പ്രകാരം തന്നെ ജീവിച്ചു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ജപ്തി ഒരുപാട് മാസം 5 ലക്ഷം രൂപയുടെ ലോണാണ്. അപ്പോൾ 5 വർഷ കാലാവധി, മാസം 14,000 രൂപ EMI. അങ്ങനെ 1.5 വർഷം കൊണ്ട് ഞങ്ങൾ അടച്ചു തീർത്തു. എൻ്റെ അമ്മ വെറും വീട്ടു ജോലിക്കാണ് പോകുന്നത്. ഞാൻ PSC പഠിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഹോം ട്യൂഷനൊക്കെ ഉണ്ട്. അതിൽ നിന്നൊന്നും ഞങ്ങൾക്ക് ഒരു വരുമാനമൊക്കെ കിട്ടുന്നില്ല. ഉള്ളതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ കൈകളിൽ വന്ന എല്ലാ പൈസയും ബാങ്കിലേക്കാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് എടുത്തു, 1 ടൈം സെറ്റിൽമെൻറ്റ് എടുത്തു. അത് കുറച്ച് രൂപയുടെ കുറവുണ്ട്, അതങ്ങനെ പോയി. ആദ്യത്തെ സെറ്റിൽമെൻറ്റ് എടുക്കുന്നത് 2022 ഡിസംബറിലാണ്. അത് അങ്ങനെ പോയി. പിന്നെ രണ്ടാമതൊരു സെറ്റിൽമെൻറ്റ് എടുത്തു. എന്നിട്ടും ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല. പ്രാർത്ഥനയിൽ ഞാൻ മുറുകെ പിടിച്ചു. കൃപാസന അമ്മ മാതാവിൽ തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. മാനസികമായിട്ട് ഞാൻ തളർന്നപ്പോഴും എന്തോ ഒരു വലിയൊരു ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ നിലനിന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ രണ്ടാമതൊരു സെറ്റിൽമെൻറ്റ് എടുത്തു. കഴിഞ്ഞ വർഷം 2024 നവംബർ 8-ാം തീയതി ചെന്ന് എടുത്തു. HDB ബാങ്കാണ്. അപ്പോൾ വൻ പലിശയാണ്. ബാങ്കിൻ്റെ ഒരു ഐഡിയ ഇല്ല. ബാങ്ക് മാനേജർ ഭയങ്കര ഷൗട്ടോട് ഒരു വഴക്കാണ്. എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ വീട് ജപ്തിയിലോട്ട് പോകും, അറ്റാച്ച്മെൻറ്റ് പ്രോസസ്സിലോട്ട് പോകും. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഞാനും അമ്മയും പിന്നെ ഒരു വയസ്സായ ഒരു അമ്മൂമ്മയും ഉണ്ട്. ഞാൻ ജപ്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയും അമ്മൂമ്മയും കൊണ്ട് ഞാൻ എവിടെ ഇറങ്ങും, എവിടെ പോകും? പെരുവഴിയിലായിരിക്കും എൻ്റെ ആശ്രയം എന്നൊക്കെ ചിന്തിച്ചു. പഠിത്തത്തിലും ശ്രദ്ധിക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല. ഹോം ട്യൂഷൻ പിള്ളേരെ എടുക്കാനും കൂടെ പറ്റുന്നില്ല. ഒരു വല്ലാത്തൊരവസ്ഥ. സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് സെറ്റിൽമെൻറ്റ് എടുത്തു. 1,05,000 രൂപ ഇനി അടച്ചാൽ മതി. അങ്ങനെ കഴിഞ്ഞ നവംബറിൽ ഞാൻ 50,000 രൂപ കൊണ്ടുവന്ന് അടച്ചു. അതും ദൈവം തന്ന വഴിയിലൂടെ മാത്രം. എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം.
അങ്ങനെ ഡിസംബർ 30 ബാക്കി 55,000 രൂപ കൂടെ അടയ്ക്കണം. അപ്പോൾ എനിക്ക് വേറെ വഴികളില്ല. ഞങ്ങൾ ഉള്ളതെല്ലാം ഞങ്ങൾ വിറ്റുപറക്കി വീടിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ബാങ്കിൽ അടച്ചത്. അങ്ങനെ ഡിസംബർ 23 ബാങ്കിൽ നിന്ന് സ്റ്റാഫുകൾ വന്ന് വഴക്കുണ്ടാക്കി, പ്രശ്നമായി. പഠിക്കാൻ പറ്റാതെ എനിക്ക് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു ടെൻഷൻ. എനിക്ക് സഹായിക്കാൻ ആരുമില്ല. ഇതെങ്ങനെ, ഈ പ്രശ്നം എങ്ങനെ ഞാൻ സോൾവ് ചെയ്യും എൻ്റെ ദൈവമേ എന്ന് ഞാൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ ഉടമ്പടി എടുക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ബൈബിൾ, ഞാനൊരു ഹിന്ദു പാരമ്പര്യമുള്ള ഒരു കുട്ടിയാണ്. എന്നാലും ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരും. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും എനിക്ക് ബൈബിൾ വായിക്കണം എന്നൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബൈബിൾ വായിച്ചു. സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങിയത്, രാവിലെയും വൈകിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് ഡിസംബർ മാസം മുതലാണ്. കഴിഞ്ഞ ഡിസംബർ മാസം മുതലാണ് ഞാൻ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. കാരണം ജീവനുള്ള ദൈവം ഞാൻ ഇപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. ആൾക്കാരെ കളിയാക്കും, അത് വേറൊരു സൈഡ്. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ ഞാൻ ഡിസംബർ 23 ബാങ്കിൽ നിന്ന് ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇനി 7 ദിവസം കൂടെ ഉള്ളൂ ഡിസംബർ 30 ആവാൻ. എല്ലാവരും ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ അന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു. ഒരു ബുധനാഴ്ച ഫാസ്റ്റിംഗ് ആണ്. ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഞാൻ ദാഹിച്ച വെള്ളം പോലും കുടിക്കത്തില്ല ചില ദിവസങ്ങളിൽ. അങ്ങനെ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവിലും തിരുക്കുമാലും ഞാൻ അടിയുറച്ച് കാരണം സഹായിക്കാൻ ആരുമില്ല, ദൈവമേ ഉള്ളൂ എനിക്ക് എൻ്റെ ആശ്രയം എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് 7 ദിവസത്തിനുള്ളിൽ, അതായത് ഡിസംബർ 27 ആകുന്നതിന് മുമ്പ് തന്നെ 55,000 രൂപ പല വ്യക്തികൾ വഴി എനിക്ക് തന്നു. അത് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. അത് എനിക്കിപ്പോഴും ഈ അൾത്താരിൽ നിന്ന് പറയുമ്പോൾ, ഈ വേദിയിൽ നിന്ന് പറയുമ്പോൾ എനിക്കത് എങ്ങനെ നടന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കുക, ഇത് എങ്ങനെ സംഭവിച്ചു അമ്മ? അതാണ് ദൈവത്തിൻ്റെ വലിയ ശക്തി എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് ഞാൻ ഡിസംബർ 30 ലോൺ ക്ലോസ് ചെയ്തു. ഈ വർഷം ജാനുവരി 8 ഞാൻ ഡോക്യുമെൻ്റ് ഞാൻ ബാങ്കിൽ ചെന്ന് വാങ്ങിച്ചു. ഇത് വലിയൊരു പ്രശ്നമാവുമെന്നുള്ള എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് കിട്ടിയ അത് വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർ തന്നെ അത് പ്രശ്നം ഉണ്ടാക്കും എന്നൊരു പേടി ഉള്ളത് കൊണ്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കൈവിട്ടില്ല. രാവിലെയും വൈകിട്ടും ബൈബിൾ വായിച്ചു. വചനങ്ങൾ എനിക്ക്, കാരണം ബൈബിൾ വായിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ പറയാം, ഡോക്യുമെൻ്റ് വാങ്ങി. ആ ഡോക്യുമെൻ്റാണ് എൻ്റെ ഈ കൈകളിലുള്ളത്. അമ്മ മാതാവിനെ കാണിച്ചിട്ട് തന്നെ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ കാണിക്കുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു. പുതുക്കാൻ വരുമ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ നിയോഗമായിട്ട് സമർപ്പിച്ചു. പിന്നെ ഉപവാസം എടുക്കുന്ന വെച്ചാൽ എനിക്കങ്ങനെ ഡോക്യുമെൻ്റ് കയ്യിൽ തിരിച്ചു കിട്ടി. വളരെ സന്തോഷമുണ്ട്. 8 എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ അനുഭവിച്ച ഈ ഒരു ദിവസം ഞാൻ അനുഭവിച്ചത് അത്രയും വലുതാണ്. കാരണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും ഉണ്ട്. കാരണം മനുഷ്യരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, പക്ഷേ ദൈവം അങ്ങനെയല്ല. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് നിലനിൽക്കുക. കാരണം ഉടമ്പടി എടുത്ത മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇനി എടുക്കാൻ പോകുന്നുള്ളവരടുത്തും നമ്മൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ, കള്ളവും അസൂയയും ഒന്നും കാണിക്കാതെ സത്യസന്ധമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഉപവാസം ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഞാൻ എടുക്കും. 24 hours ഞാൻ എടുക്കും. ദാഹിച്ച ഒരു വെള്ളം പോലും ഞാൻ കുടിക്കത്തില്ല. ഞാൻ അത്രയും ഡെഡിക്കേഷനായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് ഞങ്ങൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി, ഞാൻ തന്നെ കൊണ്ടുപോയി. എനിക്ക് ഫുഡൊന്നും വയ്ക്കാൻ അറിഞ്ഞുകൂടെങ്കിലും അമ്മ തന്നെ നല്ല രീതിയിൽ വാക്കി രുചിക്ക് ആഹാരം കൊടുക്കണമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ ഇഡ്ഡലിയും ഓരോ ഞായറാഴ്ച, കാപ്പിയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറായിരിക്കും കൊടുക്കുന്നത്. ഞങ്ങളതിൽ ഉള്ളതുപോലെ കാപ്പിയാണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും, പൊതിച്ചോറാണെങ്കിൽ ഞങ്ങളിൽ ഉള്ളതുപോലെ എന്താണോ മീൻ വെച്ച് അങ്ങനെ ഞാൻ കൊടുക്കും. ഞങ്ങൾ വളരെ നല്ലൊരു രീതിയിൽ ഞങ്ങൾ കൊടുത്തു. ഇടയ്ക്ക് എൻ്റെ ദൈവം അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഞെരുക്കത്തിനിടയിലും എന്നെ ഒരു ഇടയ്ക്ക് ദൈവം ഒരു പരീക്ഷിച്ചതാവാം അമ്മ, എന്നെ ഒരു വട്ടപൂജയാക്കി കളഞ്ഞു. അതെനിക്ക് വളരെ വളരെ എന്നുവെച്ചാൽ വളരെ വേദനിച്ചു. എൻ്റെ മനസ്സ് 1 രൂപ പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു.
കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ബാഗ് ബാഗ് എല്ലാം നോക്കി അങ്ങനെ 1 രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ആകെ വിഷമിച്ചു. എന്നാലും ഞങ്ങൾ കൃപാസനത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു, അവരെ കൈവിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വേദിയിൽ വന്ന് നിൽക്കുന്നത് സാക്ഷ്യത്തിനായിട്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളെങ്ങനെ ഫുഡ് കൊടുക്കും, അല്ലാതെ പൈസയായിട്ട് കൊടുക്കാൻ ഞങ്ങളിലില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ പഠിത്തം കഴിഞ്ഞ് എൻ്റെ PSC ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജനറൽ ആശുപത്രിയിലെ രോഗികളെ പോയി ഞാൻ നോക്കും, അവരെ ശുശ്രൂഷിക്കും, അവരുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കും, അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കും. അത് ഇത്ര സമയമൊന്നും ഞാൻ നോക്കൂല, എന്നെ കൊണ്ട് പറ്റുന്നതല്ല. ചിലപ്പോൾ ഒന്നും കഴിക്കാതായിരിക്കാം, ചിലപ്പോൾ ആ ദിവസങ്ങൾ ഫാസ്റ്റിംഗ് ഡേ ആവാം. എന്നാലും ഞാൻ എൻ്റെ അമ്മ മാതാവിന് വേണ്ടിയിട്ടും തിരുക്കുമാരന് വേണ്ടിയിട്ട് ഞാൻ വളരെ സത്യസന്ധതയോടുകൂടി ഞാൻ നിലനിന്നു. കാരണം എനിക്ക് അത്രയും വളരാണ്, എനിക്ക് വേണം മാതാവിനെ. അത്രത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമാണെങ്കിലും, പക്ഷെ എനിക്ക് ഒരുപാട് പേരെടുത്ത് എനിക്കത് പറയണം. അത് ഒരുപാട് പേര് എന്നെ കളിയാക്കി വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൂടുതലും എന്നെ ബ്ലോക്ക് വരെ ചെയ്തിട്ടുണ്ട്. ഒരു 10-15 പേര് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതൊന്നും ആ സമയത്ത് ഞാൻ നല്ലപോലെ മനസ്സ് നൊന്നെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. കാരണം കൃപാസനം എന്നൊക്കെ കേൾക്കുമ്പം ചിലവർക്ക് ചില മൈൻഡിൽ അത് അനുഭവം വരാഞ്ഞിട്ടാണ്, അറിയാത്തതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട്. കാരണം കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല. എന്നാലും ബ്ലോക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. പിന്നെ ഞാൻ എൻ്റെ തന്നെ കാരണം വിശ്വാസത്തിൽ ഞാൻ എൻ്റെ FB അക്കൗണ്ടിൽ ഞാൻ അമ്മ മാതാവിൻ്റെയും തിരുക്കുമറിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ഞാൻ സ്വന്തമായിട്ട് മ്യൂസിക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ കൃപാസനം പത്രം എനിക്ക് അത്രത്തോളം വലിയ ഇമ്പോർട്ടൻ്റാണ് കൃപാസനം പത്രം. ആൾക്കാരൊക്കെ കൃപാസനം പത്രത്തെ അതീവ എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നറിയാം, കൃപാസനത്തിലുള്ളവർ തന്നെയാണ്, കൃപാസനത്തിൽ വന്നിട്ടുള്ളവരാണ് മിക്കവരും. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് റോഡുകളിൽ അല്ലെങ്കിൽ വഴികളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഈ കൃപാസനം പത്രത്തിൻ്റെ ഒരു പേജ് ഈ ചെളി പുരണ്ടൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടാൽ ഞാനത് ഉടനെ ഞാനത് എടുക്കും. നാണക്കേടൊന്നും ഞാൻ വിചാരിക്കില്ല, ഞാനത് എടുക്കും. കാരണം എൻ്റെ അമ്മയാണ്, എൻ്റെ ദൈവമാണ്, ഇത് എന്നെ രക്ഷിച്ച ദൈവമാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് ഞാൻ പഠിക്കുന്ന ബുക്കിൻ്റെ അകത്ത് ഞാൻ വയ്ക്കും, അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഇടയിൽ ഞാൻ വയ്ക്കും. എനിക്ക് അങ്ങനെ ചിലപ്പം ചെളി പുരണ്ടതാവാം, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം അമ്മയുടെ പത്രം അത്രയും വലുതാണ്. പിന്നെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് പുറകുവശത്ത് ഒരു കുരിശടിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ അച്ഛൻ എപ്പോഴും ധ്യാനത്തിന് പറയുന്നുണ്ട്, പത്രങ്ങളൊക്കെ ഓരോരോ പള്ളികളിൽ കൊണ്ട് വെച്ചിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഒരുപാട് 10-15 കെട്ട് പത്രങ്ങളൊക്കെ ഇരിക്കണതാണ് കുരിശടിയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ക്ലാസ്സിന് പോകും മുമ്പേ തന്നെ ഈ പത്രം കാണും, ഞാൻ എടുത്ത് ബാഗിൽ വയ്ക്കും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ പത്രം ഞാൻ കൊടുക്കുന്നത് ആദ്യം ഞാൻ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലായിരുന്നു കൊടുത്തത്. അപ്പോൾ ആൾക്കാർക്ക് വാങ്ങി. പിന്നീട് അവിടെയുള്ള ഒരു ആൻറ്റി പറഞ്ഞു, മോളെ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല, എല്ലാവരും ഈ വേസ്റ്റിലൊക്കെയാണ് കൊണ്ടിടുന്നത് പത്രം. ഞങ്ങൾ തീയിട്ട് ഒരു തൂപ്പുകാരി ഒരു ആൻറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തീയിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം, എന്നുവെച്ചാൽ വല്ലാത്തൊരു, ഞാൻ പിന്നെ അവിടെ കൊടുക്കത്തില്ല. പിന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി ഞാൻ കൊടുക്കത്തില്ല. ഞാൻ പിന്നെ അച്ഛൻ പറഞ്ഞ ആൾക്കൂട്ടമുള്ള സ്ഥലത്താണ് കൊടുക്കാൻ. അപ്പോൾ ഞാൻ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഞാൻ എന്നുവെച്ചാൽ നമ്മൾ നിന്നല്ല കൊടുക്കും, ഞാൻ അവരുടെ അടുത്ത് പോയി, ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ ചെന്നാണ് ഞാൻ കൊടുക്കുന്നത് പത്രം. ഞാൻ ചുമ്മാ കൊടുത്തിട്ട് ഞാൻ വരികയില്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ അനുഭവം, കാരണം ചിലപ്പം കൃപാസനത്തിലുള്ള ആൾക്കാർ വഴക്ക് പറയായിരിക്കും. കാരണം പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ ജപ്തി മാറ്റി തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് കള്ളം പറഞ്ഞ് പത്രം കൊടുക്കുന്നത് അങ്ങനെ ആവാം. പക്ഷേ എനിക്കതങ്ങനെ ഉറച്ച വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ അമ്മ അത് മാറ്റി തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അല്ല വേറെ ഒരു അബദ്ധം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓരോരുത്തർ കൊണ്ട് കൊടുക്കും, ഓരോ വ്യക്തികളുടെ കയ്യിൽ തന്നെ കൊടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡ് ഇപ്പം ബസ് എടുക്കാൻ ഇട്ടിരിക്കൂലേ ആൾക്കാർ വെയിറ്റിങ്, അപ്പോൾ ആ ബസ്സിൻ്റെ അകത്ത് കയറി കൊടുക്കും. എനിക്കിങ്ങനെ കുറച്ചിലും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി ജീവിതങ്ങൾ. എല്ലാവരും എനിക്കൊന്നേ പറയാനുള്ളൂ, ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഉടമ്പടി ജീവിതം മുടങ്ങിപ്പോകാതെ സത്യസന്ധമായിട്ട് മാക്സിമം എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് നിലനിർന്ന് വേണം ഉടമ്പടിയിൽ ജീവിക്കാൻ. കാരണം ഒരിക്കലും കൈവിടില്ല അമ്മ മാതാവും തിരുക്കുമാരനും. സങ്കീർത്തനങ്ങൾ 27:3 ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും
എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ദിവ്യ ഉണ്ണി എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ കുടുംബത്തിന് ലഭിച്ച സവിശേഷമായ ഒരു അനുഗ്രഹത്തെ വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. ലോൺ കൂടിപ്പോവുകയും അത് തിരിച്ചടച്ചിട്ടും ആകുന്നത് പോലെ അടച്ചിട്ടും ജപ്തിയിലേക്ക് ആ വീടും പുരയിടവും മാറുകയും ചെയ്യുന്നു. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വലിയ ശരണത്തോടു കൂടി പ്രാർത്ഥിക്കുന്നതാണ് മകൾ പിന്നീട് ചെയ്യുന്ന രീതി. ഉടമ്പടി എന്താണോ ജോസഫ് അച്ഛൻ നമ്മളോട് പറയുന്നത്, ആ ഉടമ്പടിയെ ഒരല്പം പോലും വെള്ളം ചേർക്കാതെ പൂർണ്ണമായ തീഷ്ണതയോടും തീവ്രതയോടും കൂടി മകൾ ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. മകൾ പറയുന്നുണ്ട്, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ മുടക്കാതെ ഞാൻ ചൊല്ലുമായിരുന്നു. ഉടമ്പടി ധ്യാനം ഒരെണ്ണം പോലും കളയാതെ അതാത് ദിവസം തന്നെ ഞാൻ കാണുമായിരുന്നു. സാക്ഷ്യങ്ങൾ ഒത്തിരി കേൾക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെയും അച്ഛൻ്റെ സാക്ഷ്യത്തിൻ്റെയും ഇവിടെ പറയപ്പെടുന്ന സാക്ഷ്യത്തിൻ്റെയും കൃപാസനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഷോർട്ട് വീഡിയോസും അത് റീൽസാക്കിയും സ്റ്റാറ്റസാക്കിയും എൻ്റെ ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഞാൻ എപ്പോഴും അമ്മ മാതാവിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുവാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഒത്തിരി പേർ അതിനെ കലഹിച്ചു, ചിലരൊക്കെ അതിനെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ തിക്താനുഭവങ്ങൾ ചീത്തവാക്കുകളും കേട്ടുമെങ്കിൽ കൂടിയും ഞാൻ ഇന്നും അതിൽ നിന്നൊരു അല്പം പോലും പിന്മാറിയിട്ടില്ല. മറ്റൊന്ന് കൃപാസനം പത്രിക. ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ആ പത്രിക, അച്ഛൻ്റെ ധ്യാനചിന്തകളുള്ള ആ കൃപാസനം പത്രിക എല്ലായിടത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുവാൻ ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജപ്തി നടപടി ഒഴിവാകണമെന്നതാണ് എൻ്റെ നിയോഗം. എൻ്റെ ജപ്തി നടപടി അമ്മ മാതാവ് ഒഴിവാക്കി എന്ന് തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാനിതെല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. ഒത്തിരിയേറെ അതിൽ വന്ന കഷ്ടപ്പാടുകളെയും വിഷമതകളെയും ഒക്കെ മകൾ പറയുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും എനിക്കതിൽ പിന്നോട്ട് മാറുവാനോ വേണ്ടെന്ന് വയ്ക്കുവാനോ വല്ലവരും വലിച്ചെറിയുന്ന കൃപാസനം പത്രിക പോലും ആദരവോടെ കൈകളിലെടുത്ത് അത് സൂക്ഷ്മത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നുവെന്ന് മകൾ പറയുന്നുണ്ട്. 1,50,000 രൂപയ്ക്ക് രണ്ടാമത് സെറ്റിൽമെൻറ്റായി ആ ജപ്തിയുടെ നടപടി വരുമ്പോൾ 50,000 പലയിടത്തുനിന്നായി ശേഖരിച്ചു കൊണ്ടുപോയി കൊടുത്തു. 55,000 എങ്ങനെ കൊടുക്കുമെന്നറിയാതെ കുഴഞ്ഞു. അമ്മയുടെ മുമ്പിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 7 ദിവസത്തിനുള്ളിൽ 55,000 മകളുടെ കരങ്ങളിൽ അമ്മ മാതാവ് പലരുടെ എത്തിച്ചു കൊടുക്കുകയും ജപ്തി നടപടിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയും ആ വസ്തുവിൻ്റെ പുരയിടത്തിൻ്റെ ആധാരം തിരികെ കൈപ്പറ്റുവാൻ അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്തു. മകൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. ആഴ്ചയിൽ 2 ദിവസം ബുധനും ശനിയും ഇന്നുൾപ്പെടെ 24 മണിക്കൂർ ഉപവാസത്തിലൂടെ തൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിരന്തരം ശ്രദ്ധിച്ചിരുന്നു. വെള്ളം ദാഹജലം പോലും കുടിക്കാതെ അമ്മയുടെ സന്നിധിയിലേക്ക് ജീവിതത്തെ കൊടുത്തുകൊണ്ട് എൻ്റെ ഉടമ്പടി ജീവിതം അത് അനുഗ്രഹ ജീവിതമാകുന്നതിന് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീര് അമ്മ മാതാവ് ഏറ്റെടുത്ത് അത് സംരക്ഷണവും സഹായവുമായി മാറ്റിത്തരുന്നതിന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ ആശ്രയിച്ചു. ആ ഉടമ്പടിയുടെ അമ്മ എൻ്റെ കരം പിടിച്ച് എൻ്റെ ജീവിതത്തെ ഇന്ന് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മകൾ സാക്ഷ്യകൂടാരത്തിൽ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഈ അൾത്താരയിൽ നമ്മോടിത് പറയുമ്പോഴും അവളുടെ മനസ്സ് നിറയെ പരിശുദ്ധമ്മയോടുള്ള സ്നേഹമാണ്. അവരുടെ വാക്കുകളിൽ മുഴുവനും ഈ ഉടമ്പടി ജീവിതം എത്ര കണ്ട് വിശ്വസ്തയോടെ ജീവിക്കാമോ അത് ജീവിക്കുന്നതിൻ്റെ ആവേശവും സന്തോഷവുമാണ്. അതോടൊപ്പം പ്രാർത്ഥിച്ചാൽ ഒരിക്കൽ പോലും കൈവിടാത്ത പരിശുദ്ധമ്മയുടെ കരങ്ങളിലാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്നും ജീവിതത്തിൽ കൂടെ കൂട്ടിയിരിക്കുന്നതും എന്ന ബോധ്യത്തോടു കൂടി അവൾ ഓരോ കാര്യവും ഉടമ്പടിയിൽ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതവൾക്ക് വലിയ ഒരു അനുഗ്രഹമായി ഒത്തിരി സങ്കടങ്ങളുള്ള ജീവിതത്തിലും വലിയ സന്തോഷത്തിന് കാരണമായി മകൾക്കും കുടുംബത്തിനും മാറിയതിനെയാണ് അവളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾക്ക് ലഭിച്ച, മകളുടെ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടിയിൽ ആവേശത്തോടുകൂടി ക്രിസ്തുവിനെ കൈമാറുവാൻ, പരിശുദ്ധമ്മയുടെ സാക്ഷിയാകുവാൻ, ജീവിതത്തെ വിശ്വസ്തയോടുകൂടി
ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. കരങ്ങളടിച്ച് ഈ ഉടമ്പടി നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ നമുക്ക് പങ്കുവയ്ക്കാം. എൻ്റെ പേര് നീനു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. ഞാൻ 2023 ജൂലൈ മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ ജർമ്മൻ B2 എക്സാം പാസ്സാവുക എന്നുള്ളത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും പുറത്തേക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ വെച്ച് OET പഠിക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് ജോലി റിസൈൻ വെച്ച് ഇറങ്ങി. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ജർമ്മൻ ഇപ്പം ഒത്തിരി ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ജർമ്മൻ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് തിരുവല്ലയിലുള്ളൊരു അക്കാദമിയിൽ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ജോലി റിസൈൻ വെച്ചിട്ടാണ് ജർമ്മൻ പഠിക്കാൻ ഇറങ്ങിയത്. എനിക്കൊരു അപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് തിരഞ്ഞെടുത്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു ക്ലാസ്സിൽ. ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചാണ് ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പം B1 വരെ ഓൺലൈൻ പഠിച്ചു. B2 ആയപ്പം ഞാൻ ഓഫ്ലൈനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവല്ലയിൽ ഞങ്ങളുടെ സെയിം അക്കാദമിയിൽ തന്നെ പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഓൺലൈൻ B1 വരെ പഠിച്ചത് ഒട്ടും ആയിട്ടില്ല, ഞാൻ എൻ്റെ ലാംഗ്വേജ് ഒട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അങ്ങനെ B2 അവിടെ 1.5 മാസം പഠിച്ചു. അത് കഴിഞ്ഞപ്പം ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ സ്പീക്കിംഗ് ഒട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ലായിരുന്നു. റൈറ്റിങ്ങും ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു. എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും പാടായിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ്. അപ്പോൾ എന്നാലും ഇത് B2 എനിക്ക് പാസ്സാവാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നായിരുന്നു. അതെന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ യൂട്യൂബിനകത്ത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്നെ കാണിച്ചു തരികയും ഇങ്ങനെ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അപ്പം നമുക്കത് പോയി എടുക്കാൻ ചേച്ചി എന്നൊക്കെ പറയുകയും ചെയ്ത്. അപ്പം ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയപ്പം അച്ഛൻ്റെ ടോക്സും പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് B2 എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ, എൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററും ഞാനും കൂടെ പിറ്റേ ആഴ്ച തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ അവിടുന്ന് B2 കംപ്ലീറ്റ് ആക്കി അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ പോന്നു. അപ്പം ഞങ്ങൾ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു. കാരണം ഞാനിങ്ങനെ ഇപ്പോൾ 9 മാസത്തോളമായി ഞാൻ ഈ B2 പഠിക്കുന്നു. പിന്നെ എൻ്റെ കരിയറിൽ ഗ്യാപ്പ് കൂടുന്നു. അതൊക്കെ ആയപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് എക്സാം എഴുതി പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിയിൽ കൊടുത്തു. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി. പക്ഷേ ഞങ്ങൾക്ക് ഓരോരുത്തരും ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏജൻസിയിൽ കൊടുത്തു. ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നും ചില ഏജൻറ്റുമാർ പറ്റിച്ചിട്ട് പോകും, പിന്നെ കുറേ പേര് എടുത്ത് തരുന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പോഴാണ് തിരുവല്ലയിൽ ഒരു അക്കാദമി തന്നെ ഞങ്ങൾക്ക് മലേഷ്യക്ക് ഓൺലൈനായിട്ട് തന്നെ സീറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ അക്കാദമിയിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ ചെയ്യുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ ഞങ്ങൾക്ക് പറ്റി. പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ അവിടുത്തെ ഞങ്ങൾ ഡേറ്റ് എടുക്കാൻ ചെന്നപ്പോൾ തന്നെ മലേഷ്യയിലോട്ടുള്ള ഓൺലൈൻ സീറ്റ് അവർ നിർത്തലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് അന്നേരം ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങൾ അമ്മ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി ജപമാലകൾ ചൊല്ലി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ജെറിക്കോ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു ഡേറ്റ് എടുക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് ഒരിടത്തും ഡേറ്റ് കിട്ടുന്നില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അമ്മ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്തു തന്നു. പക്ഷേ അമ്മ എന്ന് ഡേറ്റ് എടുത്തു തന്നാലും ഏത് മാസത്തിൽ ഡേറ്റ് എടുത്തു തന്നാലും അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് ആ ഡേറ്റിൽ ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ മൊഡ്യൂളും കിട്ടുന്ന രീതിയിൽ അമ്മ അത് ഞങ്ങൾക്ക് ചെയ്തു തന്നെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം പഠിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, മലേഷ്യയിൽ പുതിയതായിട്ട് ഓഫ്ലൈനായിട്ട് സീറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് മലേഷ്യയിൽ തന്നെ ഡേറ്റ് കിട്ടി. എൻ്റെ ഫ്രണ്ടിന് ജനുവരി 9 എക്സാം, എനിക്ക് 11 ഞങ്ങൾ 2 പേരും അവിടെ പോയി എക്സാം എഴുതി. അവൾ എക്സാം എഴുതിയ ദിവസം ഞാൻ അവൾക്ക് വേണ്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ എക്സാം എഴുതിയ ദിവസം അവളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സാമിന് കയറിയപ്പോഴെല്ലാം ഞങ്ങൾ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചായിരുന്നു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് എക്സാം സെൻറ്ററിൻ്റെ അകത്ത് ആരും കാണാതെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ തൈലം നാവയിലും കാതിലും ഒക്കെ പരട്ടിയിട്ടാണ് എക്സാമിന് കയറിയത്. റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാടുള്ള മൊഡ്യൂള്. റൈറ്റിംഗ് എനിക്കറിയാവുന്ന പോലെ ഞാൻ എഴുതി. ഞാൻ എല്ലാം അമ്മ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എല്ലാം അമ്മയുടെ കയ്യിൽ. അമ്മയ്ക്ക് അറിയാലോ എൻ്റെ കാര്യങ്ങൾ, ഞാൻ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം, എല്ലാം അമ്മയ്ക്ക് അറിയാലോ, അമ്മ എന്നെ കാത്തോളണം എന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചു.
അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് ആയിരുന്നു. ഞാനവിടെ എക്സാം ഹാളിൽ ചെന്നപ്പം സ്പീക്കിങ്ങിൻ്റെ ചെല്ലണേൻ്റെ തൊട്ട് മുന്നിലൊരു ഹാളുണ്ട്. അവിടെയാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനവിടെ ചെന്നപ്പം ഞാൻ കാണുന്ന എല്ലാ പിള്ളേരും എക്സാം കഴിഞ്ഞ പിള്ളേർ ഇറങ്ങി വരുന്നവരുടെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അത് ഡിസ്കസ് ചെയ്യുക, അവരവിടെ ഇരുന്ന് ഭയങ്കര പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് അങ്ങനെ പഠിക്കാനും തോന്നിയില്ല. ഞാനവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസപ്രമാണം തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു. അത് ഞാൻ സ്പീക്കിങ്ങിന് കയറി. ഞാൻ അമ്മയോട് ഇത്രേ പറഞ്ഞോളൂ, അമ്മ മാതാവേ, എനിക്ക് ടെൻഷനൊന്നും ഉണ്ടാവല്ലേ, എനിക്ക് തരുന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ എനിക്ക് കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ എക്സാമിന് കയറി, എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. അവരെനിക്കൊരു ടോപ്പിക് തന്നു, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു. അങ്ങനെ സ്പീക്കിങ്ങും എല്ലാം കഴിഞ്ഞു, തിരിച്ചു പോന്നു. 5 ദിവസം കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ റിസൾട്ടാണ് ആദ്യം വന്നത്. അപ്പോൾ അവൾ എന്നെ അന്ന് ഉച്ചയായപ്പോൾ തന്നെ എൻ്റെ വന്നു. അപ്പോൾ അവൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി റിസൾട്ട് വന്നു, എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടിയെന്ന് പറഞ്ഞു. അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് ഞാൻ നിൻ്റെയും കൂടെ നോക്കുമെന്ന് പറഞ്ഞു. എൻ്റെ നോക്കി ഒരു 2 സെക്കൻഡ് കൊണ്ട് തുറന്നു വരേണ്ട സൈറ്റ് ഞാൻ അരമണിക്കൂറോളം എടുത്ത് തുറക്കാൻ. എനിക്ക് ഭയങ്കര ഒരു വെപ്രാളമായിരുന്നു. എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ചിലപ്പോൾ ഞാൻ ഈ എക്സാമിന് എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടിയിട്ടുണ്ടാവില്ല, എന്നാലും സാരമില്ല, എനിക്കത് സഹിക്കാനുള്ള ഒരു ശക്തി അമ്മ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് സൈറ്റ് തുറന്നു നോക്കിയപ്പം എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടി. ഞങ്ങൾക്ക് 2 പേർക്കും ഫുൾ മൊഡ്യൂൾ എക്സാമിൽ തന്ന അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ടിനും റൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും പാട്. റൈറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കറക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അതിനാണ് എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഏറ്റവും കൂടുതൽ മാർക്ക് റൈറ്റിങ്ങിനാണ്. എൻ്റെ ഫ്രണ്ടിന് 100-ൽ 91 മാർക്കും എനിക്ക് 100-ൽ 81 മാർക്കും തന്ന അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസ്സിങ് ഏജൻസി എന്ന് പറഞ്ഞായിരുന്നു 9-10 മാസത്തോളം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് ആദ്യം പ്രോസസ്സിങ് തുടങ്ങിയത്. അവൾക്ക് ആദ്യമേ തന്നെ പോകാൻ പറ്റി. എനിക്കും ആദ്യമേ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ചാൻസ് കിട്ടി. ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. പിന്നെ പ്രോസസ്സിങ് ആയിരുന്നു. പിന്നെ ഒരു 3 മാസത്തോളം എടുത്തു വർക്ക് പെർമിറ്റ് ഇത് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ 16-ാം തീയതി വിസ തന്ന അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ ജനുവരി 23-ന് ഞാൻ ടിക്കറ്റ് എടുത്തു. ജനുവരി 23-ന് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഈശോ വഴി അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ എനിക്ക് എൻ്റെ വിസ വന്നത് ഡിസംബർ 16-നാണ്. അത് കഴിഞ്ഞിട്ട് 1 മാസത്തോളം താമസം എടുത്തു എൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ ആയിരുന്നു, ഇനി ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെ എന്നാ താമസിക്കുന്നതെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് നല്ല രീതിയിൽ അതെനിക്ക് ചെയ്തു തന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അക്കോമഡേഷൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു എനിക്ക് ടിക്കറ്റ് ലേറ്റ് ആയത്. അതും അമ്മ എനിക്ക് അവസാനം നല്ല രീതിയിൽ തന്നെ ആക്കി തന്നു. അവിടെ എനിക്ക് ഒരു മലയാളിയായിട്ടുള്ള ഒരു ചേച്ചിയുടെ കൂടെയാണ് അക്കോമഡേഷൻ ശരിയാക്കി തന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പം എനിക്ക് എല്ലാ സഹായത്തിനും ആ ചേച്ചി അവിടെ ഉണ്ട്. അത് നല്ല രീതിയിൽ അമ്മ എനിക്ക് ചെയ്തു തന്നു. ഇതാണ് എൻ്റെ ആദ്യ സാക്ഷ്യം. രണ്ടാമതായിട്ട് എനിക്ക് ഒരു 5 വർഷമായിട്ട് PCOD ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പീരിയഡ്സ് ആവത്തില്ല. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ചെല്ലും. ഡോക്ടർ എനിക്ക് മരുന്ന് തരും. ആ മരുന്ന് കഴിക്കുമ്പം എനിക്ക് പീരിയഡ്സ് ആകും. അത് കഴിഞ്ഞിട്ട് പിന്നെയും പീരിയഡ്സ് ആകത്തില്ല. പിന്നെ ഞാൻ ചെല്ലും, മരുന്ന് കഴിക്കും. അങ്ങനെയായിരുന്നു ഒരു വർഷമായിട്ട് അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. എനിക്ക് വിസയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ഇനി മരുന്നൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല, അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് മരുന്ന് ഞാൻ ഒരു മരുന്ന് കഴിക്കത്തില്ല, അമ്മ എനിക്ക് മരുന്നില്ലാണ്ട് തന്നെ എൻ്റെ ഈ പീരിയഡ്സ് അമ്മ റെഗുലറാക്കി തന്നെ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം എന്നിട്ട് തൈലം ഉപയോഗിച്ചു, ഉപ്പ് ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിറ്റത്തെ മാസം എനിക്ക് ഒരു കുഴപ്പം കൂടാണ്ട് വേദനയൊന്നുമില്ലാണ്ട് പീരിയഡ്സ് ആയി. ഒന്നാമതായിട്ട് ഞാൻ എപ്പോഴും അമ്മയുടെ കാശ് രൂപം കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട്. അതെനിക്ക് വളരെ വലിയൊരു സംരക്ഷണമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അമ്മ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. ഒന്നിലെ എൻ്റെ കയ്യിൽ, അല്ല എൻ്റെ പോക്കറ്റിൽ, അല്ല എൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ അമ്മയുടെ കാശ് രൂപം കൈ പിടിക്കും. അപ്പം ഞാനും എൻ്റെ പപ്പയും എൻ്റെ ഹസ്ബൻഡും കൂടെ വണ്ടിക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പം ഓവർടേക്ക് ചെയ്ത് വന്നൊരു കാർ ഞങ്ങളെ ഇടിച്ചു. അപ്പം എൻ്റെ ഈ കാശ് രൂപം കിടന്ന് റൈറ്റ് സൈഡിലായിരുന്നു, പോക്കറ്റിലായിരുന്നു. ആ സൈഡിൽ നിന്നിട്ടാണ് വന്ന് ഇടിച്ചത്. വണ്ടി ഒത്തിരി ഇതായി, വണ്ടിക്കൊക്കെ ഒത്തിരി നല്ല പണിയൊക്കെ വന്നു. പക്ഷേ എനിക്കോ അതിൻ്റെ ഉള്ളിലിരുന്ന എൻ്റെ പപ്പയ്ക്കോ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കൊച്ചും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും പറ്റാണ്ട് അമ്മ മാതാവ് കാത്ത് രക്ഷിച്ചു. അത് അമ്മ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിന് ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും വഴിയോരങ്ങളിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത ഞാൻ ഇവിടുത്തെ സാക്ഷ്യം എല്ലാ ദിവസവും കേൾക്കും. എല്ലാ ദിവസവും ഒരു 4-5 സാക്ഷ്യമൊക്കെ കേൾക്കും. എനിക്ക് പറ്റുന്നിടത്തോളം സാക്ഷ്യം കേൾക്കും. അതെല്ലാം വാട്സപ്പിൽ ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്തിട്ട് അവർ ചോദിക്കും, എൻ്റെ അടുത്ത് ചോദിക്കും, കുറേ പേരൊക്കെ ചോദിക്കും ഇത് എവിടെയായി, പള്ളി എവിടെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അങ്ങനെ അപ്പോൾ അവർക്ക് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവരെല്ലാം അനുഗ്രഹം നേടുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, അനാഥാലയത്തിൽ അമ്മമാരെ രാവിലെ കുളിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു. പിന്നെ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ട് കൊടുക്കുക ചെയ്തത്. ആഴ്ചയിൽ 5 പൊതിച്ചോറൊക്കെ വെച്ച് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗവൺമെൻറ് ആശുപത്രിയിൽ എല്ലാവർക്കും ഒത്തിരി ഫുഡൊക്കെ കിട്ടുന്നുണ്ട്, അവിടെ താഴെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് വാർഡിൽ ചെന്നിട്ട് ഒട്ടും വയ്യാത്ത ആൾക്കാരുണ്ട്, ബൈസ്റ്റാൻഡേഴ്സൊന്നും ഇല്ലാത്ത, അവരെ കണ്ടുപിടിച്ച് അവർക്ക് താഴെയൊന്നും ഇറങ്ങിപ്പോയി ഫുഡ് വാങ്ങിക്കാനൊന്നും പറ്റില്ലാത്ത ആൾക്കാരുണ്ട്, മറ്റുള്ളവരുടെ സഹായത്താൽ ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവരെ തപ്പി കണ്ടുപിടിച്ച് അവർക്ക്, എൻ്റെ കയ്യിൽ ആകെ 5 പൊതിയെ കാണത്തുള്ളൂ, അപ്പോൾ അങ്ങനെയുള്ള 5 പേർക്ക് കൊണ്ട് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൊന്ത ഒത്തിരി ചൊല്ലാൻ തുടങ്ങി. ഞാൻ 253 മണി ജപവും ഒക്കെ ചെല്ലുമായിരുന്നു, 1000 മണി ജപം ഒക്കെ ചെല്ലുമായിരുന്നു. ഒത്തിരി പ്രാവശ്യം കൊന്ത ചൊല്ലി, എനിക്ക് പറ്റുന്നിടത്തോളം കൊന്ത ചെല്ലുമായിരുന്നു. പിന്നെ പള്ളിയിൽ പോകുന്നത് ഭയങ്കര ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ. ബൈബിൾ വായിക്കാൻ കൂടുതൽ സമയം ബൈബിൾ വായിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു തവണ ബൈബിൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട 2-3 സങ്കീർത്തനം പോലത്തെ 2-3 അധ്യായങ്ങളുണ്ട്, അത് മാത്രമേ ഞാൻ വായിക്കൊണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ബൈബിൾ ആദ്യം തൊട്ട് വായിച്ച് ഒരു തവണ കംപ്ലീറ്റ് ആക്കി. അതുപോലെ എല്ലാ അധ്യായവും വായിക്കും. അത് എൻ്റെ ജീവിതത്തിൽ വന്ന വളരെ വലിയൊരു മാറ്റമാണ്. പിന്നെ ഒരു തവണ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം, ജോസഫച്ചൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം എനിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം ഉണ്ടായി. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അറിയാൻ പറ്റി. പിന്നെ ഒരു തവണ ഈവനിങ്ങിൽ പ്രയർ ചൊല്ലിക്കൊണ്ടിരുന്നപ്പം തിരിയേൽ പൂവിൻ്റെ രൂപത്തിൽ ഒരിത് വന്നു, അതെൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ അതും മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എനിക്ക് എൻ്റെ അമ്മ ഈശോ വഴി തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് എനിക്ക് പുറത്ത് പോവുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. 7 വർഷത്തിനൊക്കെ മുന്നേ ഞാൻ 2012 പാസ് ഔട്ടായതാണ്. അന്ന് മുതലേ എനിക്ക് ആഗ്രഹമുള്ളതാണ്. പക്ഷേ എങ്ങനെ പോകണം, എന്ത് പഠിക്കണം എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യം IELTS ഒന്ന് ട്രൈ ചെയ്തു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതോടുകൂടി അത് ഞാൻ അവസാനിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നത്. ഏറ്റവും എൻ്റെ ജീവിതത്തിൽ, പക്ഷേ അതിനേക്കാളും ഉപരി എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന അവസാന നിമിഷത്തിൽ വരെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മ മാതാവിനെ ഏൽപ്പിക്കാറുണ്ട്. അമ്മ എനിക്കെല്ലാം ചെയ്തു തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാനാണെങ്കിൽ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. അമ്മ എനിക്കിങ്ങനെയുണ്ട്, അമ്മ എനിക്കത് സാധിച്ചു തരണം, അമ്മയ്ക്ക് ഇഷ്ടമാണ് എനിക്കത് സാധിച്ചു തരണം. എൻ്റെ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറയും, എനിക്ക് ഇന്ന ദിവസം ഇത് വേണം, പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ദിവസം അമ്മ തന്നാൽ മതി എന്നും പറയും. അമ്മ തരുന്ന ദിവസം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടാണ് കിട്ടാറുള്ളത്. ഇവിടെ ഒരു ദിവസം സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നത് കേട്ടു, മാതാവിൻ്റെ മൗനം ഗോൾഡാണെന്ന്. അത് സത്യമാണ്. മാതാവ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാതാവ് ഉത്തരം തരുന്നില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അതിൻ്റെ അവസാനം ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രോസസ്സിങ് 9 മാസമൊക്കെ താമസിക്കുന്ന ഏജൻസി എന്ന് പറഞ്ഞെങ്കിലും അത്രയും താമസിപ്പം ഞാൻ ഒന്നിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, മാതാവേ എനിക്ക് എന്നെ ഇങ്ങനെ താമസിച്ച് തരുന്നത് എനിക്ക് വിഷമമാവുന്നുണ്ട് കേട്ടോ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ കരിയറിലും ഇങ്ങനെ ഗ്യാപ്പ് കൂടി വരിക, പ്രായം കൂടി വരിക, അപ്പം ഒന്ന് പെട്ടെന്നാക്കി തരത്തില്ലായിരുന്നോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഞാൻ ബൈബിൾ തുറന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ തുറന്ന് നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബൈബിൾ വാക്യം അതിൽ നിന്ന് കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു ബൈബിൾ വേർഡാണ് കിട്ടിയത്. അതിലിങ്ങനെയായിരുന്നു, പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന്. അതെനിക്ക് ഭയങ്കര
വലിയൊരു അനുഭവമായിരുന്നു. ഞാനത് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു ആശ്വാസമായിരുന്നു. ഇത്രത്തോളം നിന്നെ എത്തിച്ചിട്ട് ഞാൻ നിൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരാണ്ടിരിക്കുമോ എന്ന് മാതാവ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ദൈവം ഉടമ്പടിയിലൂടെ നിർവഹിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നീനു സുബിൻ തൻ്റെ അനുഭവത്തിലുടനീളം പങ്കുവെക്കുമ്പോൾ തനിക്ക് ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് താൻ കടന്നുപോയത്. തൻ്റെ പഠനം അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, പിന്നീട് 2012 ശേഷമാണ് താൻ പിന്നീടൊന്ന് പഠന മേഖലയിലേക്ക് തിരിയുന്നത്. അപ്പോഴും അതിൻ്റേതായ കുറേയേറെ ബുദ്ധിമുട്ടുകൾ, എങ്ങനെ തനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ജർമ്മൻ B2ൻ്റെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് താൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെയൊക്കെ മോക്ക് ടെസ്റ്റിലുമൊക്കെ തനിക്ക് വളരെയേറെ കുറവ് സ്കോറാണ് തനിക്ക് ലഭിക്കുക, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പിന്നീടാണ് ഉടമ്പടിയെക്കുറിച്ച് ഈ മകൾ കൂടുതലായിട്ട് തൻ്റെ സിസ്റ്ററിലൂടെ അറിയുകയും അങ്ങനെ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ തനിക്കിതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടണമെന്നാണ്. അത് ഇന്ന് നീനുവാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ പല കുട്ടികളും അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളൊക്കെ പുറത്തേക്ക് പോകണം, ആ ഒരു ചിന്തയിലാണ് അവർ വരുന്നതെങ്കിൽ പിന്നീട് പറയും, ഞാൻ പരീക്ഷയിൽ തോറ്റാലും കുഴപ്പമില്ല. ഈ മകൾ തന്നെ പറഞ്ഞു, എനിക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടിയാൽ മതി. അതായത് ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു തിരിച്ചറിവാണ് ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത്. ആ തിരിച്ചറിവിലൂടെയാണ് പിന്നീട് ഇങ്ങനെ നമ്മുടെ അന്ന് വരെ ഉണ്ടായിരുന്ന ചിന്തകൾക്ക് മാറ്റം വരികയാണ്. അപ്പോഴവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അതായത് നാം ഒന്നിനും വേണ്ടി നിർബന്ധം പിടിക്കാതെ ദൈവത്തിൻ്റെ വഴിയെ, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം നടക്കട്ടെ. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയെ പറയുന്നത്. അമ്മയുടെ ഫിയാത്ത് അതാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനെ അമ്മയർപ്പിക്കുന്ന പിതാവിൽ അമ്മയർപ്പിക്കുന്ന ആ ഫിയാത്ത്, അത് പിന്നീട് എങ്ങനെയാണ് അമ്മയുടെ ജീവിതത്തിലുടനീളം അമ്മ അതിന് തന്നെ വിട്ടുകൊടുക്കുന്നത്, സമർപ്പിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിക്കുന്നവരാണ് പിന്നീട് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ആ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതുവരെയും ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. ജോഷുവയുടെ പുസ്തകം 24:13 തിരുവചനം അറിയുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കാത്ത പട്ടണങ്ങളും അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു. ഇതൊക്കെ ഇന്ന് ഈ മകളുടെ സാക്ഷ്യത്തിൽ പറയുമ്പോൾ താൻ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, എന്നാൽ അതിന് ഗ്യാപ്പ് ഒരു പ്രശ്നമായിരുന്നു. യോഗ്യത, അതായത് തൻ്റെ എഡ്യൂക്കേഷൻ ലെവലിൽ തനിക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതെല്ലാം തനിക്ക് ഒത്തിരിയേറെ പ്രതിസന്ധി തന്നെയായിരുന്നു. ഇവിടെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് അമ്മ പിന്നീട് വഴി നടത്തുന്ന ദിവസങ്ങളായിട്ട് തൻ്റെ ജീവിതത്തെ ഈ മകൾ മാറ്റുന്നു. അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ ഇന്നലെ പറയുകയുണ്ടായി, കാരുണ്യ പ്രവർത്തനങ്ങൾ ഉടമ്പടിയുടെ ഹൃദയമാണ്, പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ തലയാണ്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഉടമ്പടിയുടെ കാല്. അതായത് നാം നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലാണ്. അപ്പോൾ ഈ പ്രത്യക്ഷീകരണമാണ് നമ്മെ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ പോയി ഒരു നൊവേന കൂടുകയോ അല്ലെങ്കിൽ അവിടെ മാതാവിൻ്റെ രൂപം ഇല്ലാഞ്ഞിട്ടോ അല്ല. ഇവിടെ പ്രത്യേകത തന്നെയുണ്ട്. ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയമാണ്. അതുകൊണ്ട് തന്നെ അമ്മ ആവശ്യപ്പെടുന്നതൊക്കെ സ്വർഗം അനുവദിക്കും. അമ്മ സ്വർഗം പറഞ്ഞതൊക്കെ കേട്ട അമ്മയാണ്. അതിന് തന്നെ കീഴ്പ്പെടുത്തിയ അമ്മയാണ്. അങ്ങനെ ജീവിതത്തിൽ നീനുവിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നു. തൻ്റെ ആത്മീയ ജീവിതം, അതുപോലെ വ്യക്തിപരമായിട്ട് തനിക്ക് വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഈ മകൾക്ക് കൃപകൾ ഒഴുകുവാനുള്ള ചാനലായിട്ട് മാറുകയാണ്. നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കണം.
കൃപകൾ ഒഴുകണമെങ്കിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടാകരുത്. അപ്പോഴേ അതൊരു പുഴ പോലെ നമ്മിലേക്ക് ഒഴുകുകയുള്ളൂ. അല്ലെങ്കിൽ നാം തന്നെ നമുക്ക് ബ്ലോക്കായി തീരും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വേണ്ടത്ര മാറ്റങ്ങൾ നാം വരുത്തിയില്ലെങ്കിൽ അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് താൻ കരുതിയ തൻ്റെ വിദേശത്തേക്കുള്ള ജോലി സാധ്യത, അത് തനിക്ക് വേണ്ടി വാതിൽ തുറന്ന പരിശുദ്ധ അമ്മയ്ക്ക്, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഈ മകളെ നന്ദി അർപ്പിക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.